രക്തസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് നെന്മാറയിലെ ഇരട്ട കൊലപാതകം. ഒരു കൊലപാതകം നടത്തി വിചാരണ തടവുകാരനായിരിക്കെ പുറത്തിറങ്ങി അടുത്ത കൊലപാതകങ്ങൾ. പക തീരാത്ത മനസ്സുമായാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങിയത്. ഒരേ കുടുംബത്തിലെ 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ 36 മണിക്കൂറിലേറെ നടന്ന തിരച്ചിലിനൊടുവിലാണ് പോലീസ് കണ്ടെത്തുന്നത്. കാടും പുഴയും തിരഞ്ഞുള്ള തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ കിട്ടിയത്. പ്രതിക്ക് സുധാകരനോടും കുടുംബത്തോടുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട്. തന്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന വിശ്വാസമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ആ കുടുംബത്തിലെ എല്ലാവരോടും ഇയാൾക്ക് വൈരാഗ്യമായിരുന്നു. ആദ്യത്തെ കൊലപാതകം നടത്തിയത് 2019-ൽ. സുധാകരന്റെ ഭാര്യ സജിതയാണ് ആദ്യം കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി. തന്റെ കുടുംബം തകരാൻ കാരണം നീണ്ട തലമുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് മന്ത്രവാദി ഇയാളോട് പറഞ്ഞിരുന്നു. ഭാര്യയുടെ സുഹൃത്തായ അയൽക്കാരി സജിതയാണ് അതെന്ന് ചെന്താമര വിശ്വസിച്ചു. അങ്ങനെയാണ് 2019-ൽ സജിതയെ കൊലപ്പെടുത്തുന്നത്. സജിതയോടുള്ള പകയിൽ തന്നെയാണ് ഭർത്താവ് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. സജിതയുടെ ഭർത്താവ് സുധാകരനെയും കുടുംബാംഗങ്ങളെയും കൊല്ലുമെന്ന് ജാമ്യത്തിലിറങ്ങിയ സമയം മുതൽ ചെന്താമര ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. നാട്ടുകാർക്കും അയാളെ ഭയമാണ്. ഇക്കാര്യത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടും അത് ഗൗരവമായി എടുക്കാതിരുന്നതാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെ തന്നെ കൊല്ലപ്പെട്ട സുധാകരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. നെന്മാറ പഞ്ചായത്തിൽ കടക്കരുതെന്ന ഉപാധിയോടെയാണ് കോടതി ചെന്താമരയ്ക്ക് ജാമ്യം നൽകിയത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് ഇയാൾ പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത്. ഭാര്യ പിണങ്ങിപ്പോയതോടെ അയൽക്കാർ ആരും സന്തോഷിക്കുന്നത് ചെന്താമരയ്ക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. 5 പേരെ കൊലപ്പെടുത്താനാണ് പ്രതി പദ്ധതിയിട്ടത്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സുധാകരനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. സുധാകരനുമായി തർക്കമുണ്ടായെന്നും ഭാര്യയെ കൊന്നതിന് കാണിച്ചു തരാമെന്ന് സുധാകരൻ പറഞ്ഞതോടെ കൊല്ലാൻ തീരുമാനിച്ചെന്നും പ്രതി പറയുന്നു. കൊലയ്ക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പോലീസിന്റെ വലയിലാകുന്നത്. ചെന്താമര പിടിയിലായെങ്കിലും പോത്തുണ്ടിയിലെ ഭീതി ഒഴിയുന്നില്ല ആ നാട്ടുകാർക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.